ഒരു മേജർ സർവീസിന് അയച്ച ഒരു സ്വിഫ്റ്റിന്റെ ഇൻലെറ്റ് മാനിഫോൾഡ് അടിക്കാണ് കണ്ടോ. കാർബൺ കണ്ടു, നല്ല രീതിക്ക് കാർബൺ ആണ്. ഒരു 1 lakh അടുത്ത് കൂടിയ വണ്ടിയാണ്, നല്ല രീതിക്ക് കാർബൺ ഉണ്ട്. നമ്മൾ കാർബൺ ക്ലീൻ കൊണ്ട് അയച്ചാണ്. അപ്പൊ അയച്ച സമയത്ത് ഇതിന്റെ 4 ബോൾട്ട് കണ്ടോ, ഇൻലെറ്റ് മാനിഫോൾഡിന് 4 ബോൾട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഈ ഇൻലെറ്റ് മാനിഫോൾഡിന്റെ കോലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടോ, മാനിഫോൾഡ് ഫുള്ള് ക്രാക്കാണ് കണ്ടോ. നമുക്ക് എന്താ ഇങ്ങനെ ഇത്രയും കണ്ടുണ്ടോ, നമുക്ക് എന്താണ് ഇത്രയും കാർബൺ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറെ സിഗരറ്റൊക്കെ വലിക്കുന്ന ആൾക്കാർ ലെൻസൊക്കെ ബ്ലോക്കായി പോകാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ കുറെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളുടെ നമ്മുടെ മനുഷ്യന്മാരുടെ ലെൻസൊക്കെ ബ്ലോക്ക് ആക്കും. എന്ന് പറഞ്ഞ പോലെ വണ്ടികളുടെ ഇൻലെറ്റ് മാനിഫോൾഡ്, EGR അങ്ങനെ സാധനങ്ങളൊക്കെ ബ്ലോക്ക് ആയിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലുണ്ടാകും. അപ്പൊ EGR നമുക്കൊരു 30,000 കിലോമീറ്റർ ഇതെപ്പോഴും അഴിക്കല് പോസിബിൾ അല്ല. EGR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 lakh ക്ലീൻ ചെയ്താൽ മതി. EGR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 കിലോമീറ്റർ കൂടുമ്പോൾ അയച്ച് ക്ലീൻ കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല മൈലേജ് അതുപോലെ ആ പെർഫോമൻസ് ഒക്കെ എപ്പോഴും നല്ല പക്കയായിട്ടിരിക്കും കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ക്ലീനിങ് ആണ്, മേസൻസ് അല്ല കാർബൺ ക്ലീനിങ് ആണ്. ഓൾറെഡി ചെയിനൊക്കെ ഒരു മാറിയതാണ്, കാർബൺ ക്ലീനിങ് മാത്രമായിട്ട് കൊണ്ടുവന്ന. അപ്പൊ ഇതിന്റെ ബോൾട്ട് കൂടി നമ്മൾ എഞ്ചിനൊക്കെ ഇറക്കി ഫുള്ള് അഴിച്ച് പീസായി ക്ലീൻ ആക്കിയാണ്. അപ്പം മാനിഫോൾഡ് അതുപോലെ തന്നെ കാറ്റൽ കൺവെർട്ടർ, ഇന്റർകൂളർ അങ്ങനെയുള്ള ആളെല്ലാം അയച്ച് നമ്മൾ ഫുൾ അയച്ച് ക്ലീൻ ആക്കി കയറ്റിയാണ്. അപ്പൊ ഈ മാനിഫോൾഡ് നമ്മൾ എന്തെങ്കിലും മാറ്റിയാണ്. കാര്യം ക്രാക്ക് ആക്കുന്നതുകൊണ്ട് ഇനി എയർ ലീക്ക് വന്നപ്പോൾ ഇൻലെറ്റ് എയർ ലീക്ക് വന്നപ്പോൾ തലവേദനയാവും. അപ്പൊ അവിടെ നമ്മൾ അത് മാറ്റുക കേട്ടോ. അപ്പൊ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഔട്ടാണ്, സൂപ്പർ ആവും വണ്ടി. അപ്പൊ നിങ്ങളുടെ വണ്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 30,000 കിലോമീറ്റർ കൂടുമ്പോൾ EGR ഒക്കെ അയച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. അതുപോലെ 1 lakh കിലോമീറ്റർ കാണുമ്പോഴത്തേക്കും ഇതുപോലെ ഇൻലെറ്റ് മാനിഫോൾഡ് കാര്യങ്ങളൊക്കെ അയച്ച് ക്ലീൻ ചെയ്യുക. അത് മാരുതിക്ക് മാത്രമല്ല, ഡീസൽ വണ്ടികളും ഒരുപാട് എല്ലാ വണ്ടികൾക്കും അയച്ച് ക്ലീൻ ചെയ്യണം, നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെ വണ്ടികളിൽ 1,00,000 കിലോമീറ്റർ കാര്യമെങ്കിൽ അയച്ച് ക്ലീൻ ചെയ്യാൻ മറക്കണ്ട. ക്ലീൻ ചെയ്ത വണ്ടി നല്ല മൈലേജ്, പെർഫോമൻസ്, വലിവ്, ബ്ലാക്ക് സ്മോക്ക്, ഈ വണ്ടിക്ക് നല്ല ബ്ലാക്ക് സ്മോക്ക് ആയിരുന്നു കേട്ടോ. ബ്ലാക്ക് സ്മോക്ക് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇതിൽ തീരും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ ആരെങ്കിലും വണ്ടിക്ക് ബ്ലാക്ക് സ്മോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ കൊടുത്തേക്കട്ടോ. അപ്പൊ അവർക്കൊരു ഉപകാരപ്പെടുമായിരിക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ.